സുന്ദരമായ സാഹിത്യോത്സവിന്റെ ഈ വർണ്ണാഭമായ വേദി ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എന്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹമൂദ് അൽ അഫന്ദി ആയിരുന്നു ആ രാജാവ്. തന്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കുമായി അദ്ദേഹം വിഭജിച്ചു നൽകി. അതിൽ ഒരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹ്റ. മഹമൂദ് അൽ അഫന്ദിയുമായി സുഹ്റയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മഹമൂദ് അൽ അഫന്ദി നായാട്ടിനായി ദേഹത്തെ എണ്ണ തേച്ച് കൊട്ടാരം മട്ടുപാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹമൂദ് അൽ അഫന്ദിയുടെ ആദരങ്ങളാൽ ഖുർആൻ സദാ ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ആലുംകാലിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹമൂദ് അൽ അഫന്ദിക്ക് ഒരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവനും നൽകുന്നവനും നീയാണെങ്കിൽ എന്റെ അധികാരം ഈ സെക്കൻഡിൽ നീ അങ്ങനെ ഇല്ലാതാക്കും. പെട്ടെന്ന് ഒരു പടൽ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാരപ്പൂ മുറ്റത്ത് ഒരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി.